എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് കണ്ടു, ഇതാണ് നമ്മുടെ ഈ റോക്കറ്റ് സ്റ്റൗ എന്ന് പറയുന്ന സാധനം. അപ്പോൾ റോക്കറ്റ് സ്റ്റൗ എന്ന് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പേരാണ്. അപ്പോൾ ഇത് കണ്ടു, ഇത് ഇരുമ്പ് പൈപ്പിൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വെറുതെ നമ്മൾ ഒരു വേസ്റ്റ് പീസ് പൈപ്പ് കിടന്നിരുന്നെടുത്ത് വെൽഡ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കറിയാം പലയിടത്തും ചിരട്ട അതുപോലെ വിറകുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുവച്ച് കത്തിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്കിതിൽ ഉണ്ട് വിറകിടാനുള്ള ഇതാണ് ഈ ഒരു ഹോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴത്തെ ഒരു ഹോളുണ്ട്, അതിൽ നമുക്കിതിൻ്റെ ചാരും വന്ന് വീഴും. അതുപോലെ തന്നെ താഴത്തെ ഈ ഹോൾ കൂടിയാണ് ഇതിന് വേണ്ട ഓക്സിജൻ കിട്ടുന്നത്. അപ്പോൾ ഓക്സിജൻ കിട്ടിയാൽ കഴിഞ്ഞാൽ മാത്രമേ ഇത് നന്നായി കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോളും കൂടിയാണിത്. അപ്പോൾ ഇതുകൊണ്ട് താഴത്തെ കൂടെ നമുക്കിതുപോലെ വെച്ച് കത്തിച്ചെടുക്കാം. അപ്പോൾ ഈ വിറക് കത്തി ഇങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സുഖമാണിത്. ചൂടൊന്നും നമുക്ക് വേസ്റ്റ് ആവില്ല, വേസ്റ്റ് ആവാതെ നമുക്ക് കറക്റ്റ് മുകളിലേക്ക് കിട്ടും. അപ്പോൾ ഓക്സിജൻ സപ്ലൈ കറക്റ്റായിട്ട് ഉണ്ടാവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വിറക് വെച്ചിട്ടുള്ളത് നമ്മൾ അതിൽ നിറച്ച് വിറക് വയ്ക്കരുത്. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല പവറിൽ നമുക്ക് തീ കത്തണത് നിങ്ങൾക്ക് കാണാം ഇതിൽ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഇതിൽ വിറകിട്ടിട്ടുള്ളത്. ചിരട്ടയൊക്കെ ആണെങ്കിൽ ഇതിൽ സൂപ്പറായിട്ട് കത്തും. ചിരട്ട പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കത്തും ഇത്. അപ്പോൾ ഇത് കണ്ടില്ലേ, വെള്ളം തിളയ്ക്കണ കണ്ടില്ലേ. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇത് നോക്കുക, ഞാൻ പറഞ്ഞില്ലേ 3 വേസ്റ്റ് പീസ് പൈപ്പാണ് ഇത് കിട്ടിയിട്ടുള്ളത്. 3 ഇഞ്ച് വീതി അല്ലെങ്കിൽ 3 ഇഞ്ച് വട്ടം ഉള്ള പൈപ്പാണിത്. അപ്പോൾ 3 ഇഞ്ച് വട്ടത്തിലുള്ള ഈ പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 14 ഇഞ്ച് നീളം, അതുപോലെ തന്നെ ഇതും 3 ഇഞ്ച് വീതിയിലുള്ള ഒരു പൈപ്പ് തന്നെയാണ്. ഇതൊരു 11 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഒരു 11 ഇഞ്ച് നീളം തന്നെയാണ് ഈ പൈപ്പും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 പൈപ്പ് എടുത്തിട്ട് നോക്കുക. ഏറ്റവും ആദ്യം ഈ ചതുര പൈപ്പിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഈ പൈപ്പ് വെച്ചിട്ടൊരു മാർക്ക് ചെയ്യുക. കാരണം ഇതിനൊരു ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു ആഷ്ട്രേ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണിത്. അതായത് നമ്മൾ ഇത് ഓൾറെഡി കണ്ടതാണ് നിങ്ങൾ. അപ്പോൾ അതിൽ ചെയ്ത ആ പരിപാടി. അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഞാൻ കട്ട് ചെയ്ത് ഇത് ഒരു ഹോളാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഹോള് ചെയ്തെടുക്കുക. അപ്പോൾ ഉണ്ട്, നമ്മൾ നല്ല ഭംഗിയിലുള്ള ഒരു ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ 2 ഭാഗത്തും നമുക്ക് ഓക്സിജൻ കറക്റ്റായിട്ട് കയറിക്കോളും ഇതിലേക്ക്. അപ്പോൾ ഇനി ഇത് ആണ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇനി വിറകിടാനുള്ള ഈ പീസ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ഈ ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് ഇവിടെ വെച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് അത് കട്ട് ചെയ്യണമെന്ന് നോക്കുക നമ്മൾ. എന്നിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് വെൽഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ വക ടൂൾസൊക്കെ വാടകയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ വാങ്ങാനും കിട്ടും. അപ്പോൾ ഇതൊക്കെ വളരെ വലിയ വിലയൊന്നുമില്ല, 3000-4000 രൂപയൊക്കെ വെച്ച് വിലയുള്ള ഓരോ ടൂളുകളാണ്. അപ്പോൾ ഇതുപോലെ ടൂളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ വാടകയ്ക്ക് കിട്ടുന്നതാണ്. റെൻ്റ് എടുത്തിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാം.
അപ്പോൾ വെൽഡിംഗ് മെഷീനും അതുപോലെ ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വെൽഡിംഗ് മെഷീൻ കിട്ടും. അത് നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ട് നടക്കാം. ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല, തീരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള വെൽഡിംഗ് മെഷീൻ ഉണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക്. അപ്പോൾ അതൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വീട്ടിലേക്ക് വേണ്ട നമുക്ക് 2 സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കാശ് മുതലാവും. കണ്ടു. അപ്പോൾ ഇതുപോലെ ഈ പീസ് നല്ല കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി ഇത് ഇവിടെ വെച്ച് വെൽഡ് ചെയ്യുക. അപ്പോൾ ഇതിലാണ് നമ്മൾ വിറക് ഇടുന്നത്. അപ്പോൾ ഇത് 2 തരത്തിൽ ചെയ്യാം. നമുക്ക് ഇതുപോലെ 2 പീസ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്തിട്ട് അതിൽ ഒന്നിൽ വിറകും ഒന്നുകൂടെ ഓക്സിജൻ കയറാനുള്ളതായിട്ടും നമുക്ക് ചെയ്യാം. ഇതിൽ ഞാൻ ഇങ്ങനെയാണ് ഒരു മോഡൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അടിയിൽ കൂടെ ഓക്സിജൻ കയറാനും അടിയിൽ തന്നെ ആഷ് വന്ന് വീഴാനും അതിൻ്റെ ചാരം വന്ന് വീഴാനും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അവിടെ ആ ഹോളിൻ്റെ കവർ ചെയ്തിട്ട് നമുക്ക് ഈ പീസ് വെച്ച് വെൽഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഹോള് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിവിടെ വെച്ച് വെൽഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ വെൽഡ് ചെയ്യണമെന്ന് നോക്കുക. അപ്പോൾ വെൽഡിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് വെൽഡിങ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ വെൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണും കൈയും കാലും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അതുപോലെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ വെൽഡിങ് അറിയാത്ത ആൾക്കാർ വെൽഡിങ് മെഷീൻ എടുത്ത് ആദ്യം കൊണ്ടുവന്ന് വെൽഡ് ചെയ്യുമെന്ന് ചെയ്യരുത്. നമ്മുടെ കണ്ണ് അടിച്ചു പോകും. അപ്പോൾ കണ്ണ് പോവാതിരിക്കണമെങ്കിൽ നല്ല ഗ്ലാസ് അതുപോലെ തന്നെ ഹെൽമറ്റ് ഇതൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതുപോലെ നമ്മുടെ മുഖം വരെ ചെറുതായിട്ട് പൊള്ളൽ സംഭവിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും വെൽഡിങ്ങുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു സംഭവമില്ല. നമ്മൾ ശ്രമിച്ചാൽ മതി. ശ്രമിച്ചാൽ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പീസ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റും നന്നായിട്ട് ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ അത് മുഴുവൻ ഞാനിതിൽ കാണിക്കണില്ല. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗം വെച്ച് വെൽഡ് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ല, ഞാൻ എൻ്റെ എല്ലാ ഭാഗവും വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പൈപ്പൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വെൽഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതിന് ഉണ്ട് ഈ നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ഹോളിൻ്റെ മുകളിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് വെൽഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതും ഫുൾ റൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് വെൽഡ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് നമ്മൾ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെൽഡ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അടുത്തൊരു പണി നമുക്ക് നോക്കുക. ഇതുകൊണ്ട് മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴ്ചയിൽ ഇതുപോലൊരു മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കുക അതെങ്ങനെയാണ് ചെയ്യണത് ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഈ ഹൈറ്റ് നമുക്ക് ഇത്ര ഹൈറ്റ് വെക്കണമെന്നില്ല കേട്ടോ. ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും വയ്ക്കാം. ഹൈറ്റ് വലിയ ഹൈറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിത് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ രണ്ടാമത് കട്ട് ചെയ്ത് ചെറുതാക്കാവുന്ന കേസുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇത് കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഒരു 8 ഞാൻ ഇത് ഒരു 3 ഇഞ്ച് താഴ്ച വരെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണത്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ അകത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന്. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വല്ല സ്പാനർ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അകത്തി വിരിച്ച് ഇങ്ങോട്ട് എടുക്കുക. പുറത്തേക്ക് വിരിഞ്ഞ് നിൽക്കണം, തുറന്ന് നിൽക്കണം. അപ്പോൾ തുറന്ന് നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു റിങ് വെച്ച് വെൽഡ് ചെയ്യണം നമുക്ക്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് തുറക്കുക നല്ലോണം. അപ്പോൾ നമുക്ക് റിങ് എത്രയാണോ നമ്മുടെ സൈസ് ഉള്ളത് ആ സൈസിനനുസരിച്ച് ഇത് എത്ര തുറക്കണം എങ്കിൽ അതുപോലെ തുറന്ന് വെച്ചിട്ട് ഇതിൽ റിങ് വെച്ച് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ റിങ് വെച്ച് വെൽഡ് ചെയ്യാം. ഇതുപോലെ കറക്റ്റായിട്ട് ഒരു റിങ് വെച്ച് വെൽഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു സ്റ്റാൻഡും അതുപോലെ സൈഡിലൊരു ഹാൻഡിലും പിടിപ്പിച്ച് കൊടുക്കാം അതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതെടുത്ത് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാവും. അപ്പോൾ ഒരു ഹാൻഡിൽ ഇതുപോലെ വെച്ച് വെൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ സ്റ്റാൻഡ് ഇതുപോലെ 2 പീസ് 2 സൈഡിലും വെച്ച് സ്റ്റാൻഡും വെച്ച് വെൽഡ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇത് എവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി വെച്ച് നമുക്ക് ചെയ്യാം. കാരണം വെയിറ്റുള്ള പാത്രമൊക്കെ മുകളിൽ വെച്ചാലും ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറയാതിരിക്കും, അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസ് വെച്ച് വെൽഡ് ചെയ്തെടുക്കും.
അപ്പോൾ നമ്മുടെ റോക്കറ്റ് സ്റ്റവിൻ്റെ പണി തീർന്നു. ഇത്രയാണ് ഈ റോക്കറ്റ് സ്റ്റവിൻ്റെ പരിപാടിയുള്ളൂ. അപ്പോൾ ഇത് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ റോക്കറ്റ് സ്റ്റവിൻ്റെ പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ തീർന്ന ഇത് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റിൽ തന്നെ കണ്ടു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും മെഷീനും ഇത് സംഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.